കേന്ദ്ര ബഡ്ജറ്റ് 2026-27 ആരോഗ്യപൂർണമായ ഭാരതം, ശാക്തീകരിക്കപ്പെട്ട ഭാരതം, ക്ഷമത, വൈദഗ്ധ്യം, അതിജീവനം എന്നിവയ്ക്ക് മുൻഗണന നൽകി ഭാരതത്തിന്റെ 2026-27 കേന്ദ്ര ബഡ്ജറ്റ് ശക്തിപ്പെടുത്തുന്നു. 3 പുതിയ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുവാനും അടുത്ത 5 വർഷത്തിനുള്ളിൽ 1 ലക്ഷം അനുബന്ധ ആരോഗ്യ വിദഗ്ധരെയും 1.5 ലക്ഷം ആതുര ശുശ്രൂഷകരെയും സജ്ജമാക്കുവാനും ബഡ്ജറ്റ് നിർദ്ദേശിക്കുന്നു. ഇതിലൂടെ വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരുടെ ഒരു നിര തന്നെ സൃഷ്ടിക്കപ്പെടും. 5 പ്രാദേശിക മെഡിക്കൽ ഹബ്ബുകൾ സ്ഥാപിക്കുവാൻ സംസ്ഥാനങ്ങളെ സഹായിക്കുന്നതിലൂടെ അത്യാധുനിക ചികിത്സയും മെഡിക്കൽ ടൂറിസവും മെച്ചപ്പെടുത്തും. ഒപ്പം നിൻഹാംസ് 2 സ്ഥാപിക്കുന്നതിലൂടെ മാനസിക ആരോഗ്യ വിഭാഗത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കും. ജില്ലാ ആശുപത്രികളിൽ അത്യാഹിത വിഭാഗവും ട്രോമ കെയർ സെന്ററുകളും സജ്ജീകരിക്കുന്നതിലൂടെ ചികിത്സാശേഷി 50% വർദ്ധിപ്പിക്കുവാനും വികസിത ഭാരതത്തിന്റെ നെടുന്തൂണായി ചിലവ് കുറഞ്ഞതും ഏവർക്കും ലഭ്യമായതുമായ പൊതുജനാരോഗ്യം ഇതിലൂടെ ഉറപ്പാക്കുന്നു. ആരോഗ്യ ബഡ്ജറ്റിന്റെ 38%, അതായത് 37,000 കോടി രൂപയിലധികം കഴിഞ്ഞ വർഷം വകവരുത്തിയ ദേശീയ ആരോഗ്യ ദൌത്യം 2.7 ലക്ഷം ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കുകയും പ്രാഥമിക ആരോഗ്യം ശക്തിപ്പെടുത്തുകയും ചെയ്തു. ട്രാക്കോമ നിർമ്മാർജ്ജനം ചെയ്തതിനൊപ്പം മലമ്പനി രോഗബാധ 69%, മരണനിരക്ക് 68% കുറയ്ക്കുവാനും ഈ പദ്ധതിക്ക് സാധിച്ചു. 9,400 കോടിയിലധികം രൂപയുടെ പിൻബലമുള്ള ആയുഷ്മാൻ ഭാരത് PMJAY പദ്ധതി ഇപ്പോൾ 70 വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാരെയും ഉൾക്കൊള്ളുന്നു. ഇത് സ്വന്തം കയ്യിൽ നിന്നുള്ള ചികിത്സാ ചെലവുകൾ 65% കുറയ്ക്കുകയും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ചികിത്സാ ചെലവുകൾ 13.3% താഴ്ത്തുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷനിലൂടെ ആരോഗ്യരംഗത്തെ സജ്ജീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നു. ഇതിനായി 64,180 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ, പബ്ലിക് ഹെൽത്ത് ലാബുകൾ, ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കുകൾ എന്നിവ വിപുലീകരിക്കുന്നു. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജനയ്ക്ക് കീഴിൽ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം വൻ വളർച്ച കൈവരിച്ചു. ഏകദേശം 10,000 കോടി രൂപയുടെ പിന്തുണയോടെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387 നിന്ന് 780 ഉയർന്നു. ഒപ്പം UG PG സീറ്റുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായി. പരമ്പരാഗത ചികിത്സാ രീതികളും ഡിജിറ്റൽ ആരോഗ്യ സേവനങ്ങളും സമാന്തരമായി പുരോഗമിക്കുന്നു. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എന്നിവയ്ക്കായി 3,992.90 കോടി രൂപ വകയിരുത്തി. ഇതിലൂടെ 73 കോടിയിലധികം ഹെൽത്ത് ഐഡികൾ, 49 കോടി ഡിജിറ്റൽ റെക്കോർഡുകൾ, 3.6 ലക്ഷം കണക്റ്റഡ് ഹെൽത്ത് സൗകര്യങ്ങൾ എന്നിവ സാധ്യമായി. വിപുലവും ശക്തവും സുസ്ഥിരവുമായ ഒരു ആരോഗ്യ സംവിധാനമാണ് ഈ ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നത്.